നമസ്കാരം. ജയശങ്കർ, വള്ളുവനാട് മാട്രിമോണിയൽ, ഒറ്റപ്പാലം. ഇന്ന് പറയാൻ പോകുന്ന ആൺകുട്ടി അനന്തു കൃഷ്ണകുമാർ. അദ്ദേഹത്തിൻ്റെ വയസ്സ് 30, പൂരം നക്ഷത്രം, 167 സെൻറ്റിമീറ്റർ ഹൈറ്റ്, 67 kg വെയ്റ്റ്. ഹയസ്റ്റ് ക്വാളിഫിക്കേഷൻ MCA ഫിസാറ്റ് എന്നാണ്, അങ്കമാലി. ടെക്നോപാർക്കിൽ പ്രശസ്തമായ ഒരു MNCയിൽ സോഫ്റ്റ്വെയർ എഞ്ചിനീയറായിട്ട് വർക്ക് ചെയ്യുന്നു. അച്ഛൻ്റെ പേര് കൃഷ്ണകുമാർ നായർ, അമ്മ മിനി കൃഷ്ണകുമാർ. ആലപ്പുഴ ഡിസ്ട്രിക്റ്റിൽ താമരക്കുളം എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഇവർ സെറ്റിൽ ചെയ്തിരിക്കുന്നത്. ഒരിക്കൽ കൂടെ അനന്തു കൃഷ്ണകുമാറിനെ കുറിച്ച് ഞാൻ പറയാം. 30 വയസ്സ്, പൂരം നക്ഷത്രം, 167 ഹൈറ്റ്, 67 kg വെയ്റ്റ്. ഹയസ്റ്റ് ക്വാളിഫിക്കേഷൻ MCA ഫിസാറ്റ് എന്നാണ്, അങ്കമാലി. ടെക്നോപാർക്കിൽ തിരുവനന്തപുരത്ത് വളരെ പ്രശസ്തമായ ഒരു മൾട്ടിനാഷണൽ കമ്പനിയിൽ സോഫ്റ്റ്വെയർ എഞ്ചിനീയറായിട്ട് വർക്ക് ചെയ്യുകയാണ്. അച്ഛൻ കൃഷ്ണകുമാർ, അമ്മ മിനി കൃഷ്ണകുമാർ. ആലപ്പുഴ ഡിസ്ട്രിക്റ്റിലെ താമരക്കുളം എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഇവർ സെറ്റിൽ ചെയ്തിരിക്കുന്നത്. താല്പര്യമുള്ള പെൺകുട്ടികളുടെ രക്ഷിതാക്കൾക്ക് തീർച്ചയായിട്ടും വള്ളുവനാട് മാട്രിമോണിയലായിട്ട് ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ ഫർദർ വിവരങ്ങൾ എല്ലാം തരുന്നതാണ്. എല്ലാ വീഡിയോകളിലും സൂചിപ്പിക്കുന്ന 1-2 കാര്യങ്ങൾ ഈ വീഡിയോയിലും പറയാൻ ആഗ്രഹിക്കുകയാണ്. അതായത്, വീട്ടിൽ മക്കൾക്ക് വിവാഹം നോക്കണം എന്നുള്ളൊരു സാഹചര്യമായി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അച്ഛനും അമ്മയും സഹോദരങ്ങളും ആർക്കാണോ വിവാഹം നോക്കുന്നത് എങ്കിൽ ആ കുട്ടിയുമായിട്ട് നന്നായിട്ട് സംസാരിക്കണം. എന്താണ് ഈ നന്നായിട്ട് സംസാരിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നല്ലൊരു ഡിസ്കഷൻ തന്നെ വരണം അവിടെ. ഒരു ദിവസമെങ്കിലും എല്ലാവരും സ്വസ്ഥമായി ഇരുന്ന് നല്ലൊരു ഡിസ്കഷൻ വയ്ക്കുക. അപ്പോൾ ആ കുട്ടി പറയും, എനിക്ക് ഇന്ന സ്ഥലത്തുള്ള ആളെ കിട്ടിക്കഴിഞ്ഞാൽ നന്നായിരുന്നു. ഇപ്പം ഞാൻ തിരുവനന്തപുരത്താണ് വർക്ക് ചെയ്യുന്നതെങ്കിൽ തിരുവനന്തപുരത്തുള്ള കുട്ടികളെ നോക്കിക്കഴിഞ്ഞാൽ കുറച്ചും കൂടെ സൗകര്യമാവും. അല്ലെങ്കിൽ ബാംഗ്ലൂർ ആണെങ്കിൽ ബാംഗ്ലൂർ, അതായത് ജോബ് ലൊക്കേഷൻ എവിടെയാണോ അവിടെ ഉള്ള നമ്മുടെ നാട്ടിലത്തെ കുട്ടികൾ കിട്ടുവാണെങ്കിൽ വളരെ നന്നായിരിക്കും എന്നായിരിക്കും ആ കുട്ടി പറയുന്നുണ്ടാവുക. അത് നമ്മൾ മനസ്സിലാക്കി വെക്കണം. ഹൈറ്റ്, വെയ്റ്റ്, ക്വാളിഫിക്കേഷൻ, നാട്, ഈ വക കാര്യങ്ങളിലൊക്കെ ആ കുട്ടിക്ക് അഭിപ്രായങ്ങൾ പറയാനുണ്ടാവും. അതെല്ലാം കൃത്യമായിട്ട് മനസ്സിലാക്കണം. 100% നമുക്ക് മീറ്റ് ചെയ്യാൻ പറ്റിയെന്ന് വരില്ല. മറിച്ച് നമ്മളെല്ലാവരും മനസ്സിലാക്കി വെക്കുക എന്തൊക്കെയാണ് ഈ പറയുന്നത് എന്നുള്ളത്. കാരണം മറ്റുള്ള പാരൻസുമായിട്ട് സംസാരിക്കുന്ന സമയത്ത് കുറച്ചും കൂടെ സൗകര്യമായിരിക്കും നിങ്ങൾക്ക് അത് വർത്തമാനമൊക്കെ പറയാനായിട്ട്. അടുത്തത്, ദൈവവിശ്വാസികളാണെങ്കിൽ നിങ്ങളുടെ ധർമ്മദൈവങ്ങൾ, അല്ലെങ്കിൽ വെളുത്തൻകാവ്, അല്ലെങ്കിൽ നാഗങ്ങൾ, അല്ലെങ്കിൽ കുടുംബക്ഷേത്രം, ഇങ്ങനെയൊക്കെ പറയുന്ന ദൈവിക സാന്നിധ്യമുള്ള നമ്മളുടെ തറവാട്ടിലുണ്ടാകും. അവരെ ഒന്ന് നന്നായിട്ട് പ്രാർത്ഥിക്കുക. ഇത് ദൈവവിശ്വാസികൾ മാത്രം ചെയ്താൽ മതി. 3-ാമത്തെ കാര്യം, നല്ല ഒരു പ്രൊഫൈൽ എഴുതി ഉണ്ടാക്കുക. എന്താണ് ഈ നല്ല പ്രൊഫൈൽ എഴുതി ഉണ്ടാക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, സാധാരണഗതിയിൽ ഞാൻ പലപ്പോഴും പ്രൊഫൈലുകൾ വായിക്കുന്ന സമയത്ത് ചിലപ്പോൾ അതൊരു പേടിപ്പെടുത്തുന്ന അവസ്ഥയിലേക്കും കൂടെ പോകാറുണ്ട്. എന്താണ് ഈ പേടിപ്പെടുത്തുന്ന അവസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ചിലർ എഴുതുന്ന കാണാം 7-ൽ ചൊവ്വ, കുജദോഷം, രാഹു, ചൊവ്വാദോഷം, അരദോഷം, ഒരു ദോഷം, ഇങ്ങനെ 2.5, 3.5 വരെയൊക്കെയുള്ള ദോഷങ്ങൾ കാട്ടുന്ന കാണാം. ഇത് ഈ അറിയാത്ത ആളുകൾ, ഇതിനെപ്പറ്റി ജ്യോതിഷവുമായിട്ട് യാതൊരു ബന്ധവുമില്ലാത്ത ആളുകൾ പ്രൊഫൈൽ വായിക്കുമ്പോൾ
ചിലപ്പോൾ നല്ലൊരു ഫാമിലി ആയിരിക്കും അത് നോക്കുന്നുണ്ടാകുക. ആ ഫാമിലി ഇത് വായിക്കുന്ന സമയത്ത് പേടിച്ചു പോകും. അയ്യോ 7 ചൊവ്വയൊക്കെ വന്നിട്ടുണ്ടല്ലോ, ഇനിയിപ്പോൾ എന്താ ചെയ്യുക? ആകെ ഒരു പേടിപ്പെടുത്തുന്ന ഒരു സ്ഥിതിയായിരിക്കും. അപ്പോൾ അവരെന്ത് ചെയ്യും? അത് നമുക്ക് സംസാരിക്കണ്ട, റിസ്ക് എടുക്കണ്ട. അങ്ങനെയുള്ള ഒരു സിറ്റുവേഷൻ കാണപ്പെടുന്നുണ്ട്. അപ്പോൾ കഴിയുന്നതും ആ വക കാര്യങ്ങളെല്ലാം പ്രൊഫൈലിൽ നിന്ന് ഒഴിവാക്കണം. ഇല്ലെങ്കിൽ അതൊക്കെ ബുദ്ധിമുട്ടുണ്ടാക്കും. സംസാരിക്കുന്ന സമയത്ത് വരെ ജാതക വർത്തമാനങ്ങൾ കുറച്ചേ പറയാവൂ. ഇപ്പം എല്ലാവരും പൊതുവെ കാണപ്പെടുന്നത് ജ്യോതിഷ പണ്ഡിതന്മാരായിട്ടാണ് എല്ലാവരും ഇരിക്കുന്നത്, രക്ഷിതാക്കളൊക്കെ. അത് വേണ്ട. ഈ വിവാഹം കഴിയുന്നവരേക്ക് നിങ്ങൾ മിണ്ടാതിരിക്കുക ജാതകത്തിനെ പറ്റി. പണിക്കരെ കൊണ്ട് നോക്കൂ, അല്ലെങ്കിൽ ജ്യോത്സ്യനെ കൊണ്ട് നോക്കൂ. ഒരു കാരണവശാലും നിങ്ങളായിട്ടൊരു മുൻവിധി നടത്തണ്ട. നല്ല പ്രൊഫൈലാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ പോയി ജ്യോത്സ്യനെ കണ്ട് അവരെന്താ പറയണ വെച്ചാൽ അതിനനുസരിച്ച് ചെയ്യുക. ഇതും പറയാം, ഒരു 4-5 ജ്യോത്സ്യനെ ചിലപ്പോൾ കാണേണ്ടി വരും. കാരണം നല്ല പ്രൊഫൈലൊക്കെ വന്നു കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു ജ്യോത്സ്യൻ നോ എന്ന് പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് ഒഴിവാക്കേണ്ട കാര്യമില്ല. 4-5 ജ്യോത്സ്യനെ കാണൂ. ഏതെങ്കിലും ഒരു ജ്യോത്സ്യൻ പറയണം അത് വെച്ച് മുന്നോട്ട് പോയിക്കോളൂ എന്ന് പറഞ്ഞാൽ അത് വെച്ച് തീർച്ചയായിട്ടും മുന്നോട്ട് പോകണം. ജാതകത്തിൽ റിസർച്ച് നടത്തലല്ല നമ്മളുടെ ആവശ്യം. അപ്പോൾ പ്രൊഫൈൽ ഉണ്ടാക്കുന്ന സമയത്ത് ജാതക കാര്യങ്ങൾ കുറച്ച് എഴുതുക. പ്രൊഫൈലിൽ രണ്ടാമത്തെ കാര്യം ശ്രദ്ധിക്കേണ്ടത് എഡ്യൂക്കേഷൻ. പലരും M.Tech, B.Tech, MCA ഇതൊക്കെ എഴുതും, സ്ഥാപനത്തിൻ്റെ പേര് എഴുതില്ല. ചിലപ്പോൾ ആ കുട്ടി NIT എന്നാവും പാസ്സായി ഉണ്ടാവുക, ചിലപ്പോൾ ആ കുട്ടി IIT എന്നാവും പാസ്സായിട്ടുണ്ടാവുക. ഇതെല്ലാം നമ്മൾ കൃത്യമായിട്ട് കൊടുക്കണം. കാരണം അതിൻ്റെ വാല്യൂ ഒന്ന് വേറെയാണ്. അതെല്ലാം മനസ്സിലാക്കിയിട്ട് വൃത്തിയായിട്ട് തന്നെ പ്രൊഫൈൽ എഴുതണം, ഒരു സംശയവും ഉണ്ടാവരുത്. പിന്നെ ചിലർ എന്നോട് പറയാറുണ്ട്, മെഡിസിൻ കഴിക്കുന്നുണ്ട്, അത് പ്രൊഫൈലിൽ കാട്ടണോ എന്ന് ചോദിക്കാറുണ്ട്. എൻ്റെ വ്യക്തിപരമായ അഭിപ്രായത്തിൽ പ്രൊഫൈലിൽ ഒരു കാരണവശാലും മെഡിസിൻ കഴിക്കേണ്ടതായിട്ട് കാട്ടണ്ട. എന്തൊക്കെയാണോ മെഡിസിൻ കഴിക്കണം അതൊന്നും കാട്ടേണ്ട കാര്യമില്ല. സംസാരിക്കുന്ന സമയത്ത് തീർച്ചയായിട്ടും പറയണം. ഇനി അവർ ചോദിച്ചില്ല, അപ്പുറത്തുള്ള പാർട്ടികൾ ചോദിച്ചില്ലെങ്കിൽ പോലും നിങ്ങൾ പറയണം, എൻ്റെ മകൻ അല്ലെങ്കിൽ എൻ്റെ മകൾ ഇന്ന മെഡിസിൻ കഴിക്കുന്നുണ്ട്, അതുകൊണ്ട് താല്പര്യമുള്ളവർ മാത്രം വിളിച്ചാൽ മതി എന്ന് പറഞ്ഞാൽ മതി. വളരെ കൃത്യം. സംസാരിക്കുമ്പോൾ കൃത്യമായിട്ട് പറയണം ഈ കാര്യങ്ങൾ. അത് പ്രൊഫൈൽ നന്നായിട്ട് ഉണ്ടാക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ അടുത്തത് ശ്രദ്ധിക്കേണ്ടത് ജാതകം കാര്യങ്ങൾ. ഇതെല്ലാം ഞാൻ നേരത്തെ പറഞ്ഞു. ജാതകത്തിൻ്റെ കാര്യങ്ങൾ നല്ല ഒരു മാട്രിമോണിയൽ സൈറ്റിൽ രജിസ്റ്റർ ചെയ്യുക. എന്താണ് ഈ നല്ല മാട്രിമോണിയൽ സൈറ്റിൽ രജിസ്റ്റർ ചെയ്യുക എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ പെർഫോമൻസ് എങ്ങനെയുണ്ടെന്ന് എന്തെങ്കിലും 1-2 ആളെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? ചാടിക്കയറി ഏതെങ്കിലും ഒരു മാട്രിമോണിയൽ സൈറ്റിൽ പോയിട്ട് രജിസ്റ്റർ ചെയ്തത് കൊണ്ട് പ്രയോജനം കിട്ടിക്കൊള്ളണമെന്നില്ല. അത് കൃത്യമായിട്ട് മനസ്സിലാക്കി നന്നായിട്ട് തന്നെ ചെയ്യാൻ ശ്രമിക്കുക. ചിലപ്പോൾ അവർ രജിസ്ട്രേഷൻ സമയത്ത് പറയും 8,000 ഉറുപ്പ്യ വരൂ, 10,000 ഉറുപ്പ്യ വരൂ, 2,000 ഉറുപ്പ്യ വരൂ, ഏതൊക്കെ ഒരു എമൗണ്ട് പറയും. അതൊക്കെ കൊടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ എത്ര പ്രൊഫൈൽ കിട്ടും, എന്തൊക്കെയാണ് ടേംസ് ആൻഡ് കണ്ടീഷൻസ് എന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കുക. ചിലർക്ക് വിവാഹം ശരിയായി കഴിഞ്ഞാൽ അവർ എൻഗേജ്മെൻ്റ് തലേ ദിവസം വന്ന് നമ്മളുമായിട്ട് ബഹളുണ്ടാക്കുന്ന കാഴ്ച കാണുന്നുണ്ട്. അതെല്ലാം ചോദിച്ച് മനസ്സിലാക്കണം. ഇപ്പോൾ ഏകദേശം 1 ലക്ഷം രൂപയൊക്കെ ചോദിക്കുന്നതായിട്ടൊക്കെ ഞാൻ അറിയുന്നുണ്ട് ഈ ഭാഗങ്ങളിലൊക്കെ. അപ്പോൾ എത്ര എമൗണ്ടാണ്, അത് നിങ്ങൾക്ക് കൊടുക്കാൻ നിങ്ങൾക്ക് പ്രാപ്തിയുണ്ടോ എന്നൊക്കെ ഉള്ളത് നിങ്ങൾ മനസ്സിലാക്കി കൃത്യമായി ചോദിച്ച് അവർ എത്ര പ്രൊഫൈലുകൾ തരും എന്നൊക്കെ അറിഞ്ഞതിന് ശേഷം മാത്രം രജിസ്റ്റർ ചെയ്യുക. ചാടിക്കയറി പൈസ കൊടുത്ത് പിറ്റേ ദിവസം അവർക്ക് അവർ വിളിച്ചാൽ ഫോൺ എടുക്കില്ല, നിങ്ങൾക്ക് പ്രൊഫൈലുകൾ കിട്ടില്ല. കാരണം അവരെ മുഴുവൻ കുറ്റം പറയാൻ പറ്റില്ല. കാരണം നിങ്ങൾക്ക് യോജിച്ച പ്രൊഫൈൽ അവരുടെ കയ്യിൽ വരില്ല. വന്നു കഴിഞ്ഞാൽ മാത്രമല്ലേ നിങ്ങൾക്ക് തരാൻ പറ്റുള്ളൂ. അപ്പോൾ ഇതൊക്കെയാണ് ചില വിഷമാവസ്ഥകൾ ഈ മാട്രിമോണിയൽ സൈറ്റുകളായിട്ട്. എല്ലാവരും നല്ലൊരു ശതമാനം ആളുകൾ നല്ല ഉദ്ദേശത്തോടു കൂടെ തന്നെയാണ് അതൊക്കെ ചെയ്യുന്നത്. പക്ഷേ ചെറിയ തോതിൽ കള്ളനാണയങ്ങൾ ഉണ്ട്, ഇല്ല എന്ന് പറയാതിരിക്കാൻ പറ്റില്ല. അപ്പോൾ നന്നായിട്ട് മനസ്സിലാക്കിയിട്ട് തന്നെ ചെയ്യാതെ അതിനുശേഷം
പ്രൊഫൈലുകൾ കിട്ടി, ഏതെങ്കിലും ഒരു പ്രൊഫൈൽ യോജിച്ചു, പെൺകുട്ടിക്കും ആൺകുട്ടിക്കും ഫോട്ടോ ഒക്കെ കണ്ടു, ഓക്കെ ആയി, ജാതകം ഓക്കെ ആയി, എവറിത്തിങ് ഈസ് ഓക്കെ. അപ്പോൾ അടുത്തത് പെണ്ണ് കാണൽ ചടങ്ങാണ് അടുത്ത പരിപാടി. ഈ പെണ്ണ് കാണൽ ചടങ്ങ് കാണുന്നതിൻ്റെ മുന്നേ, അല്ലെങ്കിൽ പെണ്ണ് കാണൽ നടക്കുന്നതിൻ്റെ മുന്നേ തീർച്ചയായിട്ടും പെൺകുട്ടിയും ആൺകുട്ടിയും വാട്സാപ്പ് ചാറ്റ് കൂടെ ഒരു 15 ദിവസമെങ്കിലും അവർ ഒരു ഫ്രണ്ട്ഷിപ്പ് ബിൽഡപ്പ് ചെയ്യണം. ഈ ഫ്രണ്ട്ഷിപ്പ് ബിൽഡപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു കംഫർട്ട് സോണിൽ എത്തുന്നുണ്ട് എന്ന് മനസ്സിലാക്കുകയാണ് വേണ്ടത്. പെൺകുട്ടി അച്ഛനോടും അമ്മോടും പറയണം, കുഴപ്പമില്ല, നല്ല രീതിയിലൊക്കെയാണ് സംസാരവും കാര്യങ്ങളൊക്കെ. അങ്ങനെ ഒരു ഘട്ടം വന്നാൽ തീർച്ചയായിട്ടും പുറത്ത് വെച്ച് കാണണം കുട്ടികൾ തമ്മിൽ. ഒരു കാരണവശാലും ചാടിക്കേറി പെണ്ണ് കാണാൻ പോകരുത്. പുറത്ത് വെച്ച് കണ്ട് കാര്യങ്ങളെല്ലാം നന്നായിട്ട് സംസാരിക്കണം. അടിസ്ഥാനപരമായിട്ട് നമ്മൾ മനസ്സിലാക്കി വെക്കേണ്ട 4-5 കാര്യങ്ങൾ കുട്ടികൾ തമ്മിൽ സംസാരിക്കുമ്പോൾ ആദ്യം ചോദിക്കേണ്ടത്, ഏതെങ്കിലും തരത്തിൽ ലവ് അഫെയർ ലൈവായിട്ടുണ്ടോ, നിലവിലുണ്ടോ എന്ന് ചോദിക്കണം. ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവിടെ വെച്ചിട്ട് ഡ്രോപ്പ് ചെയ്യണം. ചിലപ്പോൾ അച്ഛൻ്റെയും അമ്മയുടെയും നിർബന്ധത്തിന് വഴങ്ങിയിട്ടായിരിക്കും ആ കുട്ടി ഈ വക കാര്യങ്ങൾക്കൊക്കെ പുറപ്പെടുന്നുണ്ടാവുക. രണ്ടാമത്തെ കാര്യം, കുടുംബപരമായിട്ട്, അതായത് ഫാമിലി ബാക്ക്ഗ്രൗണ്ട് നന്നായിട്ട് മനസ്സിലാക്കുക. അച്ഛൻ എന്തായിരുന്നു, അമ്മ എന്തായിരുന്നു, അവരുടെ ക്വാളിഫിക്കേഷൻ എന്താണ്, ഈ വക കാര്യങ്ങളൊക്കെ നന്നായിട്ട് മനസ്സിലാക്കുക. മൂന്നാമത്തെ കാര്യം, മെഡിസിൻ വല്ലതും കഴിക്കുന്നുണ്ടോ എന്ന് തീർച്ചയായിട്ടും ഉറപ്പുവരുത്തണം. കഴിക്കുന്നുണ്ടെങ്കിൽ നേരത്തെ അങ്ങോട്ട് പറയുക, ചോദിക്കാനുള്ളൊരു ഇടവരരുത്. ഇനി അഥവാ പറഞ്ഞിട്ടില്ലെങ്കിൽ ചോദിക്കുക. അടുത്തത്, അമിതമായ ബാങ്ക് ലോൺസുകൾ വല്ലതും ഉണ്ടോ എന്ന് മനസ്സിലാക്കി വെക്കണം. കാരണം നാളെ ഒരു ഇൻസിഡന്റ് സംഭവിച്ചാൽ, എന്തെങ്കിലും തരത്തിൽ ഒരു ഇൻസിഡന്റ് സംഭവിച്ചാൽ മനുഷ്യാവസ്ഥയാണ് നമ്മൾ. അപ്പോൾ എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ഉത്തരവാദിത്തം മൊത്തം നിങ്ങൾ എടുക്കേണ്ടി വരും. അത് നന്നായിട്ട് മനസ്സിലാക്കുക. അപ്പോൾ കുട്ടികൾ ഇതെല്ലാം ചോദിച്ച് മനസ്സിലാക്കുക. മിക്കവാറും കുട്ടികൾ എന്നോട് പറയുന്നൊരു വരികളുണ്ട്, ഇത് എങ്ങനെ ഞങ്ങൾ ചോദിക്കുക ഇതൊക്കെ. നോക്കൂ, ആ ഒരു സിറ്റുവേഷൻ നിങ്ങൾ ഉണ്ടാക്കണം. ഇപ്പം മെഡിസിൻ കഴിക്കുന്നത് എങ്ങനെയാണെന്ന് ചോദിക്കുക ഒരാളോട് ഡയറക്റ്റ് കയറി അങ്ങ് ചോദിക്കാനൊന്നും പറ്റില്ല. അതെങ്ങനെ ചോദിക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങൾക്കിപ്പോൾ ഇന്ന് ബോസുമായിട്ട്, ഇപ്പം നമ്മളൊരു ഓഫീസിൽ വർക്ക് ചെയ്യുമ്പോൾ നമ്മൾ ബോസുമായിട്ടൊക്കെ ചിലപ്പോൾ ഒരു ഉടക്കമൊക്കെ ഉണ്ടാവും, ചിലപ്പോൾ കസ്റ്റമറായിട്ട് എന്തെങ്കിലും ഒരു വർത്തമാനം ഉണ്ടാവും, നമുക്ക് ചിലപ്പോൾ ടെൻഷൻ ഉണ്ടാവാം, തലവേദന വല്ലതൊക്കെ വന്നു. അപ്പോൾ നമ്മൾ പറയും, ഇന്നൊരു തലവേദന ഓഫീസിൽ ഭയങ്കര പ്രശ്നമായിരുന്നു, തലവേദനയൊക്കെ വന്നു, ഞാനൊരു മെഡിസിൻ കഴിക്കട്ടെ, ഒരു ടാബ്ലറ്റ് എടുക്കട്ടെ എന്ന് പറയുക. അപ്പം തീർച്ചയായിട്ടും ആ ഒരു സിറ്റുവേഷൻ ഉണ്ടാക്കി കഴിഞ്ഞു. തീർച്ചയായിട്ടും അപ്പുറത്തെ കുട്ടിയോട് ചോദിക്കണം, നിനക്ക് അങ്ങനത്തെ വല്ല പ്രശ്നങ്ങളുണ്ടോ, മെഡിസിൻ വല്ലതും കഴിക്കുന്നുണ്ടോ എന്നൊക്കെ ചോദിക്കുക. ഇതേപോലെ തന്നെ ലോണിൻ്റെ കാര്യങ്ങളൊക്കെ ചോദിക്കുക. സാലറി കാര്യങ്ങളൊക്കെ വർത്തമാനം വരും സംസാരിക്കുമ്പോൾ. അപ്പോൾ തീർച്ചയായിട്ടും ചോദിക്കണം, മനസ്സിലാക്കണം. ചിലർ ആൺകുട്ടികളുടെ, ഇപ്പോൾ 1-2 അനുഭവം എനിക്കുണ്ടായത്, അവർക്ക് 40 ലക്ഷം 50 ലക്ഷം രൂപ സാലറി ഉണ്ടെങ്കിൽ അവർക്ക് കാട്ടാൻ വലിയ മടിയാണ്. അവർ പറയുന്നത്, അവരുടെ അമ്മ അല്ലെങ്കിൽ അച്ഛൻ പറയുന്ന വരികൾ, ഈ സാലറി കണ്ടിട്ട് ആരും വരണ്ട. പക്ഷെ അത് എനിക്ക് അങ്ങനെ തോന്നിയിട്ടില്ല. എൻ്റെ ഒരു എക്സ്പീരിയൻസ് വെച്ചിട്ട് ഇപ്പം ഇവരുടെ ആരെങ്കിലും സാലറി കണ്ടിട്ടാണ് ഈ കുട്ടികൾ ഇതിൽ ഇറങ്ങിത്തിരിക്കുന്നതെന്നൊന്നും എനിക്ക് തോന്നിയിട്ടില്ല. ചിലപ്പോൾ അച്ഛനമ്മമാർ ഒരു ഇൻട്രസ്റ്റ് കാട്ടുന്നുണ്ടെങ്കിൽ പോലും പെൺകുട്ടികളോ ആൺകുട്ടികൾക്കോ അങ്ങനത്തെ യാതൊരു ചിന്തകളും ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. വളരെ കുറച്ച് പെർസെൻറ്റേജ് ആയിരിക്കും അങ്ങനെ തോന്നുന്ന ആൾക്കാർ. എന്തോ ആവട്ടെ, തീർച്ചയായിട്ടും അതൊക്കെ നന്നായിട്ട് മനസ്സിലാക്കണം, നന്നായിട്ട് പ്രൊഫൈലിൽ കാട്ടണം, കൃത്യമായിട്ട് തന്നെ കാട്ടണം. എന്താണോ കിട്ടുന്നത് അത് കൃത്യമായിട്ട് കാട്ടുക. ടേക്ക് ഹോം സാലറി അല്ല സാലറി എന്നുള്ളത് കൃത്യമായിട്ട് മനസ്സിലാക്കുക. പലർക്കും പല തരത്തിലുള്ള, അതായത് ഇൻസെൻറ്റീവ്, ബോണസ്, പല തരത്തിലുള്ള പേയ്മെൻറ്റുകളും കിട്ടുന്നുണ്ടാവും. PF, ഇവ കാര്യങ്ങളൊക്കെ സാലറിയുടെ പാർട്ടാണ്. അപ്പോൾ ഇതെല്ലാം കാട്ടണം. അപ്പോഴാണ് ഒരാൾക്ക് മനസ്സിലാവുള്ളൂ, ഇദ്ദേഹത്തിന് കല്യാണം കഴിച്ചു കഴിഞ്ഞാലും കുട്ടിയെ നോക്കാനുള്ള, അല്ലെങ്കിൽ ഒരു ഫാമിലി മുന്നോട്ട് കൊണ്ടുപോകാനുള്ള
വരുമാനം അത്യാവശ്യമൊക്കെ ഉണ്ട്. 100% ഇപ്പം അംബാനിയുടെ മക്കളൊന്നും നമുക്ക് ആവാൻ പറ്റില്ല. ബട്ട് നമ്മൾ കഴിയാവുന്ന അത്ര നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് പോവാണ്. കാരണം ഇന്നത്തെ കാലത്ത് കോസ്റ്റ് ഓഫ് ലിവിങ് ഏത് നാട്ടിലാണെങ്കിലും നല്ല എക്സ്പെൻസീവായി മാറുകയാണ്. അപ്പോൾ കൃത്യമായിട്ടെല്ലാം മനസ്സിലാക്കുക, നന്നായിട്ട് സംസാരിക്കുക. കുട്ടികളുടെ വാട്സാപ്പ് ചാറ്റ് 15 ദിവസം കഴിഞ്ഞാൽ പുറത്ത് വെച്ച് കാണണം കുട്ടികൾ തമ്മിൽ. ഒരു കാരണവശാലും വീട്ടിൽ വെച്ചല്ല, അതിന് മുന്നേ പുറത്ത് വെച്ച് കാണണം. പുറത്ത് വെച്ച് കാണുമ്പോൾ ഒരു ഗുണം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ആൺകുട്ടിയായാലും പെൺകുട്ടിയായാലും കൃത്യമായിട്ട് അവരപ്പം പറയും, നോക്കൂ എനിക്ക് വേറൊരു ലവ് അഫെയർ ഉണ്ട്, അതുകൊണ്ട് ഇത് വെച്ച് മുന്നോട്ട് പോകണ്ട നിങ്ങൾ. അത് അച്ഛനമ്മയുടെ നിർബന്ധത്തിന് വഴങ്ങിയിട്ടായിരിക്കും വരുന്നുണ്ടാവുക. അപ്പോൾ അതവർ കൃത്യമായിട്ട് പറയുക കുട്ടികൾ. അതൊരു വലിയ കാര്യമാണ്. കാരണം ഇല്ലെങ്കിൽ നമ്മൾ അറിയാതെയോ അറിയാതെയോ ആ ഫാമിലി പോയി പെട്ട് ഒരു ഡിവോഴ്സ് ലെവലിലേക്ക്, അല്ലെങ്കിൽ എൻഗേജ്മെൻറ്റ് കഴിഞ്ഞാൽ വേണ്ട വയ്ക്കുക, ഇങ്ങനെയൊക്കെയുള്ള കുറേ കലാപരിപാടികളൊക്കെ ഞാൻ കാണുന്നുണ്ട്. കഴിയുന്നതും വിവാഹത്തിനെ നല്ല ഒരു മംഗളകർമ്മമായിട്ട് തന്നെ കാണണം. ഓരോ പ്രവൃത്തികളും ഓരോ വാക്കുകളും എല്ലാം ഒരു മംഗളകരമായ കാര്യമാണ് നമ്മുടെ വീട്ടിൽ നടക്കാൻ പോകുന്നത്. അപ്പോൾ അതിനനുസരിച്ച് ദൈവഭക്തിയുള്ളവർ ദൈവഭക്തിയോടുകൂടെ കുടുംബക്ഷേത്രം, ധർമ്മദൈവങ്ങളെയൊക്കെ നന്നായി പ്രാർത്ഥിച്ചിട്ട് ഓരോ സ്റ്റെപ്പും മുന്നിലോട്ട് പോവുക. അപ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്ത് കഴിയുമ്പോൾ കുട്ടികളുടെ ദാമ്പത്യ ബന്ധമൊക്കെ ഒരു നല്ല ലെവലിൽ പോകുന്ന കാഴ്ച ഞാൻ കാണുന്നുണ്ട്. എന്ന് മാത്രമല്ല അച്ഛനമ്മമാരുടെ റിട്ടയർഡ് ലൈഫും സുഖകരമായിട്ട് മുന്നോട്ട് പോകുന്ന കാഴ്ചയാണ് കാണുന്നത്. അപ്പോൾ ഇതെല്ലാം ഒന്ന് ഫോളോ ചെയ്യണം. ചിലപ്പോൾ ഒരു ബുദ്ധിമുട്ടുണ്ടായി വരും. ചിലപ്പോൾ നിങ്ങൾക്ക് തന്നെ തോന്നുണ്ടാവും, ഇവനെ ആരപ്പോൾ ഇതൊക്കെ ഉപദേശിക്കാൻ എന്നൊക്കെ ചിലപ്പോൾ തോന്നുന്നുണ്ടാവും. കാരണം എല്ലാ വീടുകളിലും ഇതൊക്കെ നടക്കുന്ന ആളല്ലോ. പക്ഷേ എല്ലാ വീടുകളിലും വിവാഹം നടക്കുന്നുണ്ടെങ്കിൽ പോലും എൻ്റെ കയ്യിൽ ധാരാളം ഡിവോഴ്സ് കേസുകൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അത് കാണുമ്പോഴാണ് എനിക്ക് മനസ്സിലാവുന്നത് സമൂഹം വലിയൊരു പ്രതിസന്ധി നേരിട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. അപ്പോൾ അതെല്ലാം കൃത്യമായിട്ട് മനസ്സിലാക്കുക. എല്ലാവർക്കും മംഗളാശംസകൾ. നന്ദി, നമസ്കാരം. ജയശങ്കർ, വള്ളുവനാട് മാട്രിമോണിയൽ, ഒറ്റ.